ഇങ്ങനെ സ്നേഹ തോമസ് പറയാൻ പോകുന്ന ഉത്തരങ്ങളെല്ലാം അല്ല ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ തന്നെ പറയുന്ന ഉത്തരങ്ങളൊക്കെ എല്ലാവരും ഗുഡ്നസ് ടി വി, ഷാലോൻ ടി വി, ഷക്കില ടി വി, എല്ലാ ടി വികളും സ്നേഹ തോമസിന്റെ ഫുൾ കഥകൾ ഇങ്ങനെ പറഞ്ഞാണ്. അപ്പം ഞാനിങ്ങനെ വ്യത്യസ്തമായ ഉത്തരങ്ങൾ അല്ല വേറെ ഉത്തരങ്ങൾ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഓക്കെ. ആ. അപ്പം എന്നാ സ്നേഹ തോമസിന്റെ ലൈഫ് പിന്നെ ഒന്നുകൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ശക്തിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. സ്നേഹ തോമസിന്റെ ലൈഫിലുള്ള ഈശോ ഈശോ എന്ന് പറയുമ്പോൾ സ്നേഹ തോമസിന്റെ ഉള്ളിൽ എന്താണ് വരുന്നത്? ഈശോ എന്ന് പറയുന്നത് എന്താണ്? ഈശോ എന്ന് പറയുമ്പോഴത്തേന് എന്നതാന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞ് ഇതാക്കാൻ വേണ്ടി എനിക്കിങ്ങനെ ഈശോ എനിക്ക് പണ്ടൊന്നും ഇത്ര ഒരു ഭ്രാന്തായിരുന്നില്ല. ഈശോ എന്ന് പറയുമ്പോഴത്തേന് എനിക്ക് ഇപ്പോഴും എനിക്ക് അറിയത്തില്ല. എന്റെ ചങ്ക് ഇങ്ങനെ നടന്ന് പിടയ്ക്കുക. ഇത് എന്നാ ഈ ഒരാളോട് എനിക്ക് ഈശോ എന്ന് പറയുമ്പോഴത്തേനും ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ കണ്ണിപ്പോ ഇങ്ങനെ നിറഞ്ഞു വരുവാ. അതിനിപ്പോ ഞാൻ വാക്കുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്റെ ചങ്കില് ഞാൻ ഇങ്ങനെ അനുഭവിക്കുക. ഇതെന്താ ഈശോയുടെ സ്നേഹമാണോ? എനിക്കറിയത്തില്ല. ഈശോ എന്ന് പറയുമ്പോഴത്തേനും എനിക്കിങ്ങനെ എന്റെ ഹൃദയം ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ കവിഞ്ഞു വരുവാ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈശോ എന്ന് കേൾക്കുമ്പോഴത്തേനും. എന്റെ ഹൃദയം ഇങ്ങനെ നിറഞ്ഞു വരും. ഈശോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഞാൻ പറഞ്ഞോട്ടെ അപ്പൊ ഇങ്ങനെ ഈ പണ്ടൊക്കെ ഇങ്ങനെ ഈശോ എന്ന് പറയുന്ന സമയത്തും ഇങ്ങനെ ഈ ഒരു ഭയങ്കര ഒരു ഉള്ളിലൊരു ഭയങ്കര ഒരു സ്നേഹവും അങ്ങനെ ഈ കണ്ണൊക്കെ നിറഞ്ഞു വരുമായിരുന്നു നേരത്തെ പണ്ട്. അത് ഏതെങ്കിലും ഒരു സമയത്താണോ ഇങ്ങനെ ഈ ഒരു സ്നേഹം കൂടിയ ഒരു സമയമുണ്ടോ ഇത് എന്നാ പണ്ട്? ഈ സംഭവിക്കുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ ഈശോ എന്ന് കേൾക്കുമ്പോഴത്തേനും എനിക്ക് എന്തോ ഇത്ര ഇങ്ങനെ ഒരു ഫീലിങ്സ് വരുന്ന ആ കാര്യം എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ ദൈവസ്നേഹമാ, ഇങ്ങനെ സ്നേഹം നിറയുന്ന ആൾക്ക് നന്മവർത്തി വന്ന് നിങ്ങൾ എല്ലാവരും പറയുമ്പോഴേ എനിക്കറിയുന്നത്. ആ സമയം വരെ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, ഞാൻ ഇങ്ങനെ ഭയങ്കര ഓവറാണല്ലോ, ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇത്ര ഒരു മണ്ടത്തിനെ പോലെ ഈശോ എന്ന് കേൾക്കുമ്പോഴത്തേനും ഭയങ്കര ഞാനൊരു ഇമോഷണൽ ഫൂളാന്ന് വരെ ഞാനിങ്ങനെ ഓർത്തുണ്ട്. ഈശോ എന്നൊരു വാക്ക് കേൾക്കുമ്പോഴത്തേനും ഞാൻ ഇങ്ങനെ കരഞ്ഞ് അത്രയ്ക്കും ഞാൻ അത്ര ഒരു ലോല ഹൃദയാണോ, ഇതെന്നെ അപ്പൊ ഈ എന്റെ പണ്ട് കുഴപ്പമാണോ? ഇങ്ങനെ ഇമോഷണലി ഇങ്ങനെ സ്നേഹ തോമസ് ഇങ്ങനെ ഒരു ഫൂളാണ്, ഈശോയുടെ നാമത്തിൽ മണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കളിയാക്കി കേട്ടിട്ടുണ്ടോ? ഈശോയുടെ നാമത്തിലൊരു ഇത്രയ്ക്ക് ഒരു ഇമോഷൻ എന്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയില്ലായിരുന്നു. ഈ വീഡിയോ ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എല്ലാരും ഇങ്ങനെ പയ്യെ പയ്യെ ഇവൾ ഇത്രമാത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ പയ്യെ എന്റെ വീട്ടിൽ പോലും മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങിയത്. കാരണം അവരൊക്കെ അറിഞ്ഞത്. ഏ? പണ്ട് അറിയത്തില്ല, പണ്ട് ആൾക്കാർക്ക് അറിയത്തില്ല എന്ന് പറയാൻ കാര്യം. പണ്ടാർക്കും അറിയില്ലായിരുന്നു. ഞാൻ എല്ലാവരുടെയും കൂടി ഇങ്ങനെ ഈശോയെ രഹസ്യമായി സ്നേഹിച്ച് ഇങ്ങനെ പോയിരുന്നു. പക്ഷെ ഇങ്ങനെ ഈ ഒരു കഴിഞ്ഞ കൊല്ലത്തില് പണ്ട് എങ്ങനെയാ രഹസ്യം സ്നേഹിച്ചുകൊണ്ടിരുന്നത്? പണ്ട് ഇതേപോലെ ഇങ്ങനെ കുർബാനയ്ക്കൊക്കെ പോയി നിൽക്കുമ്പോഴത്തേനും എന്റെ ഉള്ളിലുള്ള ഇമോഷൻ ഉള്ളിൽ എന്നാ നടക്കുന്നത് പുറത്ത് ആർക്കും അറിയത്തില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഈശോയെ സ്നേഹിക്കും കുർബാനയ്ക്കൊക്കെ പോയി നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഷാളൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു വരുമ്പോഴത്തേനും ആരും കാണാൻ പറ്റും, ഞാൻ ഷാളൊക്കെ ഇങ്ങനെ മറച്ചു വെച്ച് ആരും കാണാതെ ഇങ്ങനെ ഇതാക്കും. ഞാൻ ബൈബിൾ വായിക്കുവാണെങ്കിൽ അതൊന്നും ആരും കാണുന്നില്ലല്ലോ. ഞാൻ ഈശോയെ ആയിട്ടുള്ള സമയം ആരും കാണുന്നില്ലല്ലോ. ഞാനും എന്റെ ഈശോ ഇങ്ങനെ പറന്ന് നടക്കുന്ന ആരും അറിയുന്നില്ലല്ലോ. Yes. പിന്നെ ഈ വീഡിയോ അപ്പൊ ഏതൊരു മൊമെന്റ് ഇതങ്ങ് ഈ മറച്ചു വെച്ച ഷാൾ അങ്ങ് പൊട്ടിച്ചപ്പം അതിനെ എല്ലാരും കണ്ടു. ഏഹ് ആ അതാ വീഡിയോ വന്നു മാറ്റിയപ്പോ കഴിഞ്ഞപ്പോ എല്ലാരും അറിഞ്ഞ്. അപ്പൊ എല്ലാരും ഞെട്ടി, എന്റെ പോലും ഞെട്ടി, എല്ലാരും ഞെട്ടി. അപ്പൊ അങ്ങനെ ആ ഞെട്ടൽ വന്നു കഴിഞ്ഞപ്പം ആക്ച്വലി പണ്ട് ഈശോയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ, അതോ അതെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? എന്താണ് ആ ഒരു വ്യത്യാസം? ഈ ഒരു എല്ലാരും സ്നേഹയുടെ ഉള്ളിലുള്ള ഈശോയോടുള്ള സ്നേഹത്തെ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സ്നേഹയ്ക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ, അതോ അയ്യോ ഇതെല്ലാം അറിഞ്ഞല്ലോ എന്താ ഒരു ഫീലിംഗ് എന്താ? എനിക്കങ്ങനെ ഈശോയോടുള്ള സ്നേഹത്തിൽ കുറവൊന്നും വന്നിട്ടില്ല. ഈശോ ഇങ്ങനെ അത് വീഡിയോ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ അത് കണ്ടിട്ട് ഇങ്ങനെ തോന്നി, അങ്ങനെ തോന്നി, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും ഞാൻ ഓർക്കും എന്റെ ഈശോയെ ഇങ്ങനെ വിശുദ്ധ കുർബാനയോടൊക്കെ ഒരു സ്നേഹം വന്നു. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും ഞാൻ ഓർക്കും ഇങ്ങനെ ഈശോയെ ഞാൻ ഒന്നുമല്ലേ അന്ന് എവിടെയോ കിടക്കുന്ന ഞാനൊരു പുഴു പോലത്തെ എന്റെ ഈശോ ഇങ്ങനെ എടുത്ത് അതിനൊരു ഉപകരണമാക്കി ഇങ്ങനെ മാറ്റിയല്ലോ. അതിങ്ങനെ എവിടേക്കോ ഈസ്റ്ററിന്റെ ഒക്കെ ഒരു സമയത്തായിരുന്നു ഇറങ്ങി. അപ്പൊ അതൊക്കെ എവിടേക്കോ ഇങ്ങനെ വലിയ ഇതിനകത്തൊക്കെ ഇട്ട് കണ്ടു. അത്രയും ആൾക്കാർ കണ്ടു. അവർക്ക് ഇങ്ങനെ വിശുദ്ധ കുർബാനയോട് സ്നേഹം വന്നു എന്നൊക്കെ പറയുന്നത് വിശുദ്ധ കുർബാന ഏറ്റവും പരമോന്നതമായ ആരാധനയല്ലേ. അപ്പൊ ഇങ്ങനെ ഈശോയുടെ ബലിയിലേക്ക് ഇങ്ങനെ ആൾക്കാരെ അടുപ്പിക്കാൻ വേണ്ടി എന്റെ ദൈവമേ എനിക്ക് ഞാൻ ലോകം പോലും കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് ഒന്നും അറിയത്തില്ല. ഞാനൊരു ധ്യാനം പോലും മര്യാദയ്ക്ക് കൂടാത്ത ഒരാളാ. അപ്പൊ ഞാൻ ബൈബിൾ പോലും ഇതുവരെ മുഴുവൻ വായിച്ചു തീർത്തില്ല. അപ്പൊ ഒരു യോഗ്യത എനിക്കില്ല. അപ്പം പറയുവാണെങ്കിൽ ഞാൻ ഒന്നുമല്ല. അപ്പൊ ഒന്നും അല്ലാത്ത എന്നെ ഈശോ അതിനോടൊരു ഉപകരണമാക്കി അതിനു വേണ്ടി ഉപയോഗിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഈശോയുടെ സ്നേഹത്തെ അപ്പൊ ആ വീഡിയോ ഇറങ്ങിയ സമയത്ത് എന്നോട് ഇങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞായിരുന്നു. ആ ചേട്ടയും പറഞ്ഞില്ലായിരുന്നു, ആ ചേട്ടയും പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇനി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, പണ്ട് സ്നേഹിച്ച പോലെ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി പറ്റണമെന്നില്ല, അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, ഇങ്ങനെ ഇപ്പൊ ഇത്രയും ആയില്ലേ, അപ്പൊ ഇനി ഒരിക്കലും ഇങ്ങനെ ഈശോയോടുള്ള സ്നേഹത്തിൽ ഇനി കുറവ്
വരുത്തരുത്. എന്റെ കയ്യിൽ നിന്ന് വന്ന എന്ത് വീഴ്ച കാരണം ഞാൻ ഈശോയിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകരുതെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതേ പിന്നെ ഭയങ്കര എക്സ്ട്രാ എഫേർട്ട് ഇടാൻ വേണ്ടി തുടങ്ങി. എന്റെ പേഴ്സണൽ പ്രെയർ ഒക്കെ ഞാൻ അതിൽ പിന്നെ അതിന് ശേഷം ഇങ്ങനെ തുടങ്ങി. അതുവരെ ഇങ്ങനെ കൂട്ടുകൂടുക എന്നല്ലാണ്ട് ഇങ്ങനെ പേഴ്സണൽ പ്രെയർ ഒരു സമയം കണ്ടെത്തുക, അങ്ങനെ ഒരു പ്രത്യേക ഒരു സമയം കണ്ടെത്തി ഇരുന്ന് ഈശോയുടെ കൂടെ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയം എനിക്കില്ലായിരുന്നേ. അപ്പൊ ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ സ്പെഷ്യൽ എഫേർട്ട് കുറച്ചും കൂടെ ബലം പിടിച്ച് ഇരിക്കാൻ വേണ്ടി തുടങ്ങി ഈശോയുടെ കൂടെ. ഇപ്പം ഇപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന ഒരു എക്സ്ട്രാ എഫർട്ട് എന്താണ്? മീൻസ് ഇപ്പൊ എക്സ്ട്രാ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അത് പണ്ടത്തെ ഒരു സ്നേഹയിൽ നിന്നും ഇപ്പോഴത്തെ സ്നേഹിക്കാറുള്ള ഇങ്ങനെ നമ്മളിങ്ങനെ പേഴ്സണലി തന്നോട് ചിലരുടെ സ്നേഹങ്ങളൊക്കെ ഉണ്ടല്ലോ. പേഴ്സണലി പണ്ട് ഇങ്ങനെ ചിലപ്പോൾ സ്നേഹം പറഞ്ഞ കറക്റ്റ് തരിക. അതായത് പണ്ട് ഈശോയുടെ കൂട്ടുകൂടുമായിരുന്നു, പക്ഷെ ആ കർത്താവിനോട് ഇരിക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പം സ്നേഹം ഈശോയോട് ഇരിക്കാറുണ്ട്. അപ്പം നമുക്ക് ആ ഒരു നമ്മുടെ ചിലപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയിലും എല്ലാത്തിലും വ്യത്യാസം കാണാൻ പറ്റുമല്ലോ. എന്താണ് ഇപ്പോഴത്തെ സ്നേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ സ്നേഹ പ്രേയറിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറച്ചുകൂടെ വളരാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് പറയുമ്പോഴേ അത് പറയുമ്പോൾ ഇങ്ങനെ ചില ആൾക്കാർ ഈശോയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് കാണും. ഈശോയെ സ്നേഹിച്ച് ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ കൂട്ടുകൂടി നടക്കുന്ന ഒരുപാട് പേര് കാണും. പക്ഷെ അവര് കേൾക്കുമ്പം അവർക്ക് കർത്താവിനോട് ഇരിക്കാൻ തോന്നാൻ, അല്ലെങ്കിൽ ഈശോയോട് ഇരിക്കണം എന്നൊരു സാധനം, അല്ലെങ്കിൽ ആ ഒരു സാധനം കൊടുക്കാൻ വേണ്ടി സ്നേഹിക്കാനേ പറയാൻ പറ്റും സ്നേഹയുടെ ലൈഫിൽ. ഈ ഒരു കുറച്ച് നാളായിട്ട് എന്റെ ലൈഫിൽ വന്നൊരു മാറ്റം എന്താന്ന് വെച്ചാൽ എനിക്ക് വചനത്തോട് ഭയങ്കര അത് എനിക്ക് വചനം ഭയങ്കരമായിട്ട് പഠിക്കണം എന്ന് ഭയങ്കര അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ലായിരുന്നു കേട്ടോ. ഈശോ എന്നൊരു വ്യക്തിയെ ഞാൻ ഇങ്ങനെ സ്നേഹിക്കുമായിരുന്നു, വിശുദ്ധ കുർബാനയെ ഞാൻ ഇങ്ങനെ സ്നേഹിക്കുമായിരുന്നേ. പക്ഷെ ഈ കുറച്ച് നാളായിട്ട് എനിക്ക് വചനത്തോട് ഭയങ്കര ഒരു സ്നേഹമാണ്. പേഴ്സണൽ പ്രെയർ തുടങ്ങി കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതിന് പേഴ്സണൽ പ്രെയറിന്റെ സമയത്ത് ഞാൻ ഇങ്ങനെ ബൈബിൾ വായിക്കാൻ ഒരു സമയം കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ അങ്ങനെ പേഴ്സണൽ പ്രെയർ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഇങ്ങനെ വചനത്തോട് ഭയങ്കര സ്നേഹം. ഇങ്ങനെ വചനം വായിക്കുന്നത് ഞാൻ ഇങ്ങനെ ആസ്വദിക്കുവാണേ. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ബോറായിരുന്നു. ഇച്ചിരി വായിച്ചു കഴിയുമ്പോഴത്തേനും എനിക്ക് ഇങ്ങനെ മനസ്സിലാവുന്നില്ല. അപ്പൊ ഇങ്ങനെ അത്രയും മതി ഇന്നത്തേക്ക് അങ്ങനെയൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ വചനം ഇങ്ങനെ വായിച്ച് വായിച്ച് ഞാൻ ഇതുവരെ വായിച്ചപ്പോ ഇത്രയും നാൾ എനിക്ക് കിട്ടാത്ത അർത്ഥങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് വേറെ ഒരു രീതിക്കൊക്കെ അതിങ്ങനെ മനസ്സിലാവാൻ വേണ്ടി തുടങ്ങി. അതിന്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പയ്യെ പയ്യെ മനസ്സിലാവാൻ വേണ്ടിയൊക്കെ വേറെ രീതിക്കൊക്കെ ഇങ്ങനെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പരിശുദ്ധാത്മാവിനോട് ഭയങ്കര ആഗ്രഹം. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ നിമിഷവും ശരിക്കും ഞാൻ കുളിക്കുമ്പോഴും നടക്കുമ്പോഴോ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന, ഈശോയെ നീ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ട് പറഞ്ഞിട്ട് പോയ പരിശുദ്ധാത്മാവിനെ തരണേ ഈശോയെ, പരിശുദ്ധാത്മാവിനെ നിറക്കണേ. നമ്മൾ ടെസ്റ്റ് ചേച്ചിയൊക്കെ പറയത്തില്ലേ, അപ്പം ഞാനിങ്ങനെ ഓരോരുത്തർ പറയും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒക്കെ ആഷ്ലിയൊക്കെ സംസാരിക്കുമ്പോഴത്തേനും ഞാൻ ആഷ്ലിയെ നോക്കി ഇങ്ങനെ പറയുന്നത്, ദൈവമേ ആഷ്ലിക്ക് കൊടുത്ത ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണേ. ചേട്ടയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ചേട്ടൻ നോക്കി പറയുന്നത്, ദൈവമേ ഈ മനുഷ്യന് കൊടുത്ത ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണേ. അങ്ങനെ ഞാനിങ്ങനെ ചോദിക്കും ഈശോയെ ആത്മാവിനെ താ, ഈശോ പറഞ്ഞിട്ട് പോയതല്ലേ ആത്മാവിനെ തരാന്ന്. നീ പറഞ്ഞിട്ട് പോയ ആത്മാവിനെ തരുന്ന കൊണ്ട് ഇപ്പൊ ഈശോയുടെ അങ്ങനത്തെ ആത്മാവിന് വേണ്ടി വചനത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥന. ഈ ഒരു അവസാന കാലഘട്ടം അങ്ങനെയാണല്ലോ. വചനമൊക്കെ നിറയണം, എല്ലാം കുറെ വചനം പഠിക്കണം. കുറച്ചും കൂടെ ഇങ്ങനെ ഈ തീപ്പൊരി ആവണം, ഇങ്ങനെ ഇങ്ങനെ കത്തണം ഈശോയ്ക്ക് വേണ്ടിയിട്ട്. ഈ കൊല്ലം കത്തണ്ട ഈ വർഷമാണ്. എല്ലാരും കത്തിക്കാൻ തോന്നുന്നു. അതായത് ഇപ്പൊ അവരുടെ ആൾക്കാർ പോകും, അപ്പൊ ആൾക്കാരൊക്കെ എല്ലാവരും ഈശോയെ അറിയണം, എല്ലാവരും ഈശോയെ സ്നേഹിക്കണം എന്നൊക്കെ തോന്നാറുണ്ടോ ഇങ്ങനെ ആൾക്കാർ? എന്താ തോന്നുന്നത്? ബാക്കി ആൾക്കാരുടെ ആത്മാക്കൾ എന്താ തോന്നുന്നത്? ബാക്കിയുള്ള ആത്മാക്കളെ നോക്കുമ്പോ എനിക്ക് പണ്ട് അങ്ങനെ വിഷമം, ആത്മാക്കളെ ഓർത്ത് എന്തായിരുന്നു ഞാനും എന്റെ ഈശോയെ അങ്ങനെ മാത്രം മതിയെന്നായിരുന്നേ. പക്ഷെ എനിക്കിപ്പോ അങ്ങനെയല്ല. എനിക്കിങ്ങനെ ഞാൻ പറയുന്ന ഈശോയെ, ഞാൻ പറയുന്ന ഓരോ വാക്കിൽ നീ വരട്ടെ, എന്റെ ചിരിയില് ഞാനിങ്ങനെ കൈ പൊക്കി ഈശോയെ നീ അവിടെ ഉണ്ടാവട്ടെ. എനിക്കിങ്ങനെ വേണം. ഞാൻ ചെല്ലുമ്പോ അവിടെ ഈശോയെ എന്നിലൂടെ ഇങ്ങനെ ഈശോയെ കാണണം, ഇങ്ങനെ ഈശോയെ എല്ലാവരും കിട്ടണേ. ഞാനിപ്പോ എന്റെ ദൈവമേ, നമ്മൾക്ക് അനുഭവിക്കുന്ന ആ ഒരു ഈശോയുടെ സ്നേഹം ഉണ്ടല്ലോ, ഒരു വട്ടമെങ്കിലും എല്ലാവരും അനുഭവിക്കണം. ഇന്ന് വരെ ഇങ്ങനെ ഈശോയെ അറിയാത്ത ആത്മാക്കളില്ലേ, അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കുന്നതല്ല, അങ്ങനെയൊന്നും ഓർക്കുക പോലും ഇല്ലായിരുന്നു. പക്ഷെ അവരൊക്കെ ആരും ഈശോയെ അറിയാതെ പോകരുത്, ഈശോയുടെ സ്നേഹം എല്ലാവരും അനുഭവിക്കണം ഒരു ആഗ്രഹമൊക്കെ ഇപ്പൊ ഇങ്ങനെ ഭയങ്കരമായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ ഈ കരുണയുടെ മണിക്കൂറില്ലേ 3 മണിക്ക്, അപ്പോഴിങ്ങനെ കൈ വിരിച്ചു പിടിച്ചൊക്കെ എനിക്ക് അത്രയ്ക്കും തീക്ഷ്ണതയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഈശോ ഇങ്ങനെ സൈലന്റ് ആയിട്ട് കൂട്ടുകൂടി പോവായിരുന്നു. ഇപ്പൊ ഇങ്ങനെ 3 മണിക്ക് കരുണയുടെ മണിക്കൂറിൽ അവർക്ക് വേണ്ടി അവരുടെ മേലേക്ക് ഇങ്ങനെ കരുണ ചൊരിയപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ വന്നു. ഒരു കാര്യമുണ്ട്. ഇപ്പൊ സ്നേഹം ഇപ്പൊ ഈ പറഞ്ഞപ്പോഴല്ലോ, അത് ഈശോയുടെ ഇരട്ടിപ്പങ്ക് ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് തരണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിന്റെ നമ്മുടെ വീഡിയോ എടുത്താണ് ചില കമന്റ് ഇടും, ഈ കൊച്ചിന് വട്ടാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടും. പണ്ട് ഉം. സ്നേഹയുടെ പഴയ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ പഴയ വീഡിയോയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഏതായിരുന്നു? സ്നേഹയ്ക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ഏതായിരുന്നു? എന്നിട്ട് ഇങ്ങനെ ആൾക്കാർ നെഗറ്റീവ് കമന്റിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഇല്ലേ? ഏതാ കമന്റ്? ഏതാ എന്റെ ഞാൻ ഇങ്ങനെ കണ്ടൊരു കമന്റ് ഉണ്ട്. ഇങ്ങനെ ഒരാളിട്ട്, എന്റെ ലാവണ്ണം പോലും ഇങ്ങനെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ കമന്റ് ഇട്ടായിരുന്നു. അപ്പൊ അതുപോലത്തെ കമന്റുകളൊക്കെ ചിലപ്പം ഈ വീഡിയോയുടെ താഴെ ഒരു കൊച്ചു എന്തിനൊക്കെ കിടന്നിങ്ങനെ അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പൊ അങ്ങനെ ആൾക്കാർ കമന്റ് പറയുവാണെങ്കിൽ, അപ്പൊ അങ്ങനെ കമന്റ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഭയങ്കര ഓവറാ,
ഇതൊക്കെ ഉം. എന്നാത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവരോട് എന്നാ അവരോട് എന്താ സ്നേഹിക്ക് തോന്നുന്നത്? അവരോട് എന്നാ ആ തോന്നുന്നത്? എന്നെ കുറിച്ച് എന്തെങ്കിലും പൊട്ട പറയുവാണെങ്കിൽ, ഇപ്പൊ ഞാൻ അറിയുവാണെങ്കിൽ, പറയുവാണെങ്കിൽ, ഇനിയിപ്പോ എവിടെയെങ്കിലും കമന്റ് എഴുതുവാണേലും അവര് ഭയങ്കര ഭാഗ്യമുള്ളവർ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ കുർബാനയ്ക്ക് പ്രാർത്ഥിക്കും, എന്റെ പേഴ്സണൽ പ്രയർ പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി ഞാൻ ഭയങ്കര ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ഇപ്പൊ നിങ്ങൾ നല്ലതാ പറയുന്നെങ്കിലും നിങ്ങൾക്ക് വേണ്ടി, നല്ലത് പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളെക്കാട്ട് കൂടുതലായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നെ കുറിച്ച് പൊട്ട പറയുന്നവരോടാ. പൊട്ട കമന്റ് ഇടുന്നവർക്ക് വേണ്ടി ഞാൻ വളരെ ശക്തമായി പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ ദൈവമേ, അവരുടെ ഹൃദയത്തിൽ എന്റെ ദൈവമ്പുരാനെ, അവർ സ്നേഹം, ഈ തമ്പുരാന്റെ സ്നേഹം നിറയട്ടെ, ഈശോയെ അങ്ങനെ അതിനെ അനുഭവിക്കേണ്ട തമ്പുരാനെ, വിശുദ്ധ കുർബാന ഒരു അനുഭവം ആവട്ടെ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ വേറൊന്നുമില്ല, പറഞ്ഞില്ല, ഇപ്പൊ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഇങ്ങനെ പറയുമ്പോഴേ ഇപ്പൊ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഇപ്പൊ പിന്നെ ഈ കൊച്ച് ഈശോയെ ഇതുപോലെ സ്നേഹിക്കണമെന്ന് ആഗ്രഹം കാണുമായിരിക്കും ചില ആൾക്കാർക്ക്. ഏഹ് ഈ കൊച്ച് സ്നേഹിക്കുന്നത് പോലെ എനിക്ക് സ്നേഹിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ചില ആൾക്കാർ ആഗ്രഹിക്കും. ചില ആൾക്കാർ ഇങ്ങനെ കുറെ പേര് പറഞ്ഞു പോകും. ചില ആൾക്കാർ പറഞ്ഞു പോകുന്ന ആൾക്കാർക്ക് വേണ്ടി സ്നേഹം പ്രാർത്ഥിക്കും. ഇനി ഈ കൊച്ച് ഇങ്ങനെ ഇതുപോലെ ഈ കൊച്ച് സ്നേഹിക്കുന്ന പോലെ ഈശോ സ്നേഹിക്കാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിക്കുന്ന കുറെ പേര് കാണുമല്ലോ. അവർക്ക് അവർക്ക് എങ്ങനെ ഈശോയെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അവരെന്ത് ചെയ്താൽ അവർക്ക് സ്നേഹിക്കാൻ പറ്റും? ഈശോയെ എങ്ങനെയാ സ്നേഹിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈശോ ഉണ്ടല്ലോ ഭയങ്കര, ഇപ്പൊ ജെൻസി പിള്ളേരുടെയൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൂക്കിയാ, ഭയങ്കര ക്യൂട്ടിയാണ്, ഭയങ്കര പൊസസീവാ നമ്മളെ ഓർത്തിട്ട്. ഈശോയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ, ഈശോ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ആകാശത്തിരിക്കുന്ന ഭയങ്കര ഗെറ്റപ്പിൽ ഇങ്ങനെ, അങ്ങനെ ഒരു ദൈവം അല്ല ഈശോ എന്ന് പറയുമ്പോഴത്തേക്കും. ഒരു മനുഷ്യനായിരുന്നല്ലോ. ദൈവമായിരുന്നിട്ട് ഇങ്ങനെ സ്വർഗ്ഗത്തിൽ ഇരുന്നാ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ മനുഷ്യനായിട്ട് രൂപം എടുത്ത് അത്ര ഇങ്ങനെ ശിഷ്യന്മാരുടെയൊക്കെ ഇങ്ങനെ പാദങ്ങളോളം താഴുന്നില്ല, അത്രമാത്രം എളിമയുള്ള സാധാരണ ഒരു മനുഷ്യനായിട്ട് ഇങ്ങനെ, സാധാരണക്കാരനായിട്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു പോയൊരു മനുഷ്യൻ. അപ്പൊ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താലും ഇങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടമാണ്. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഇങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഈശോയെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോയെ ഞാൻ സ്നേഹിക്കുക. ഇപ്പൊ ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഈശോയെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോയെ സ്നേഹിക്കുക. നമ്മളിങ്ങനെ ഓരോ കുഞ്ഞു കാര്യം ചെയ്യുമ്പോൾ ഈശോയെ സ്നേഹിക്കുക. ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മളിങ്ങനെ ഭയങ്കര വലിയൊരു എഫേർട്ട് ഇടണമെന്നില്ല. നമ്മൾ ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ, നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ കുഞ്ഞു കാര്യങ്ങൾ ചെയ്തിട്ട് ഈശോയെ സ്നേഹിക്കാം, ഈശോയെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമുക്ക് പറ്റും. പറ്റില്ല. യെസ്, പറ്റും. പറ്റും പറ്റും പറ്റും. യെസ്. ഓരോരുത്തരും ഇപ്പം ഓരോ മനുഷ്യന്മാരും ഈശോയെ എന്നാ ഓരോരുത്തരുടെ ലൈഫിൽ ജീവിക്കുന്ന സന്തോഷത്തിന് വേണ്ടിയാണല്ലോ, ഹാപ്പി ആയിട്ട് പോകാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പം ഇപ്പം സ്നേഹനെ കാണുമ്പം അപ്പം സ്നേഹ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോകുന്നു, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു, ഭയങ്കര ഈശോയിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. ഇപ്പം വേറെ ആൾക്കാർക്ക് പകരം ചിലപ്പം ഈ എന്നാ പറയണേ, ചിലപ്പോൾ അവരിങ്ങനെ സിനിമ അല്ലെങ്കിൽ അവര് ഒരുപാട് പഠിച്ചു പൊളിച്ച് ഭയങ്കര ഭീകരമായ പരിപാടികളൊക്കെ ചെയ്ത് പാപത്തിന്റെ മേഖലകൾ ഇങ്ങനെ ഇങ്ങനെ കുറഞ്ഞ് ഭയങ്കരമായ ആ ഒരു രീതിക്ക് അവർ സന്തോഷിക്കുന്നു. അപ്പൊ അവര് പറയുവാണ്, നീ ആ രീതിക്ക് സന്തോഷം, ഞാൻ ഈ രീതിക്ക് സന്തോഷിച്ചോളാം, ഇതെന്റെ സന്തോഷം. ഇത് ഞാൻ ഇതൊക്കെ രസമല്ലേ, ഇതല്ലാതെ ഇങ്ങനെ ഈ പ്രാർത്ഥനയായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അത് ഇമോഷണൽ സാധനമല്ലേ, ഒരു ഇമോഷണൽ സാധനമാണ്, അതിനകത്ത് ഒരു കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ഒരാള് ഇതൊക്കെ ഇമോഷണൽ ആണ്, ജീവിതത്തിന്റെ സന്തോഷങ്ങളിലേക്ക് ഇറങ്ങില്ല എന്നൊക്കെ പറയുള്ളൂ. അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുവാണെങ്കിൽ അവരോട് സ്നേഹിക്ക് പറയാനുള്ള സാധനം. അങ്ങനെയാണെങ്കിൽ അവരോട് ഞാൻ ഇങ്ങനെ ചോദിക്കും, നിങ്ങളൊരു കാര്യം ഓർത്തു നോക്കിയേ, നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഇന്ന് വരെ മരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് വേണ്ടി പക്ഷെ എനിക്ക് വേണ്ടി എന്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി മരിച്ചിട്ടുണ്ടേ. ഞാൻ എവിടെയോ കണ്ടതാ, ഏതോ ഒരു കുഞ്ഞു കൊച്ചു ഇങ്ങനെ ഈശോയോട് ചോദിക്കുവോ, ഈശോയെ നീ എത്ര എന്നെ സ്നേഹിക്കുന്നതെന്ന്. അപ്പൊ ഈശോ ഇങ്ങനെ കൈ വിരിച്ചിട്ട് പറയാ, ഞാൻ ഇങ്ങനെ കുരിശാണല്ലോ, കുരിശ് ഇങ്ങനെ കൈ വിരിച്ചു പിടിച്ച് കുരിശ് പോലെ കാണിച്ചിട്ട് പറയാം, ഈശോ ഇത്ര സ്നേഹിക്കുവാന്ന്. ഇങ്ങനെ മരിച്ചിട്ട് ഇങ്ങനെ ഒരു ദൈവം ഇങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുന്ന എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ അത് എനിക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ട്, ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ പിന്നെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒന്നും അല്ലാത്ത എനിക്ക് വേണ്ടി എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ ഒരാളെ സ്നേഹിക്കുമെന്ന്. എനിക്ക് ഇങ്ങനെ ചങ്ക തുറന്നു വെച്ച് സ്നേഹിക്കുക. ഇങ്ങനെ അവസാന തുള്ളി രക്തം വരെ എനിക്ക് വേണ്ടി ഒഴുക്കിയിട്ടേ, എന്തിനാ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി, എന്റെ പാപങ്ങൾക്ക് പരിഹാരം, എന്റെ ശാപം എല്ലാം ദൈവം ഏറ്റെടുത്തിട്ട്. അപ്പൊ ഇങ്ങനെ എനിക്ക് ഇപ്പൊ ഞാനിത് അനുഭവിക്കുന്നതിന് മുന്നേ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഈശോ ഇത്രമാത്രം ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന്, ഈശോയുടെ സ്നേഹം ഇത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ അവരോട് പറയും, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് അവരോട് പറയും, ഈശോയുടെ സ്നേഹം ഒരു വട്ടമെങ്കിലും അനുഭവിക്കണം, വിശുദ്ധ കുർബാന അനുഭവം ആകാൻ വേണ്ടി പ്രാർത്ഥന. വിശുദ്ധ കുർബാനയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പക്ഷെ അവർക്ക് പറ്റുന്നില്ലോ സ്നേഹം. ഇപ്പൊ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഇപ്പൊ ഇത് കാണുമ്പോൾ അവർക്കത് ഇപ്പൊ സ്നേഹിക്കാതെ അനുഭവിക്കാൻ പറ്റും, അവർക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അവര് പറയുക, അപ്പൊ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കാര്യം സ്നേഹയോട് അവർ പറയാ, എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നവർ പറയുക. അപ്പൊ അവർക്കോട് അപ്പൊ അതെന്താ അനുഭവിക്കാൻ പറ്റാതെ അവർക്ക്? അതാ ഞാൻ ഇങ്ങനെ നേരത്തെ പറഞ്ഞ, നമ്മുടെ ദൈവം ഇങ്ങനെ ഭയങ്കര ഫോർമാലിറ്റി ഒക്കെ ഇട്ട് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്ന ദൈവമായിരുന്നു. നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചാൽ മതി. നമ്മൾ ഇങ്ങനെ ഒന്നുമില്ല, നമ്മൾ ഒന്നും അല്ല. എന്റെ ഈശോയുടെ മുന്നിൽ എനിക്ക് 3 വയസ്സാ.
ചിലപ്പോൾ 2 വയസ്സായിരിക്കും, ചിലപ്പോൾ 1 വയസ്സായിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതി. ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ആകുമ്പോഴാണ് പ്രശ്നം. ഒരു 3 വയസ്സ് അല്ലെങ്കിൽ മുട്ടയിൽ എഴുതി നടക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ ഈശോ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശോയോട് എപ്പോഴും, ഈശോയെ എനിക്ക് നിന്റെ കാലിന്റെ ചോട്ടിലിരുന്നാൽ മതി, നിന്റെ കാലിന്റെ ചോട്ടിലിരുന്ന് എനിക്ക് നിന്റെ പാദം ചുംബിച്ചാൽ മതി എന്റെ ഈശോയെ, അത്രയും മതി. ഇങ്ങനെ കാലിന്റെ ഉള്ളിൽ ഇങ്ങനെ എഴിഞ്ഞിരിക്കുന്ന കൊച്ചായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. അങ്ങനെ ഇരുന്നാൽ മതി. അപ്പത്തേനും നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്ന ദൈവമാണ്. അങ്ങനെ ഒരിക്കലും നിന്നെ ഞാൻ ഇങ്ങനെ സ്നേഹിക്കത്തില്ല, നിനക്ക് ഞാൻ എന്റെ സ്നേഹം തരത്തില്ല, അങ്ങനെയൊന്നും ഒരിക്കലും ഈശോ പറയത്തില്ല. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ എവിടുന്ന് കിട്ടാനാ? നമ്മൾ ആഗ്രഹിച്ചുണ്ടല്ലോ ഈശോ തരുമെന്നേ. ഈശോ നമ്മൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുന്നില്ല, നമ്മൾ ഈശോയെ അന്വേഷിച്ച് ഇങ്ങനെ കൊതിച്ച് ഈശോയെ ഇങ്ങനെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈശോ, നമ്മൾ ഈശോയുടെ അടുത്തേക്ക് 2 സ്റ്റെപ്പ് വെച്ച് നടക്കുവാന്ന് ഓർത്തോ, ഈശോ ഓടി വരും. ഓടി വരും ഈശോ. അങ്ങനത്തെ ഒരു ദൈവം. അപ്പൊ ഒരിക്കലും കിട്ടില്ല, എനിക്ക് കിട്ടുന്നില്ല, തരത്തില്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ ആഗ്രഹിച്ച ഈശോ ഇങ്ങനെ നിറച്ച് ഒഴുക്കി ഇങ്ങനെ തരും. തരില്ലേ? തരും. അല്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കുവായിരുന്നേ അത് എന്നാ. പക്ഷെ ഈ ചിലപ്പോ ചില ആൾക്കാർ ഇങ്ങനെ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പൊ ചില ആൾക്കാർ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അപ്പൊ അവരിങ്ങനെ ഒരുപാട് നേരം ഇത് പ്രാർത്ഥിക്കും. അവരിങ്ങനെ എന്നാ ഒരുപാട് നേരം കൊന്ത ചെല്ലും, പ്രാർത്ഥിക്കും. പക്ഷെ എന്നാലും പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവരിങ്ങനെ അവർക്കൊന്നും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അവർ പുറത്തിറങ്ങിയിട്ട് അവർ പിന്നെയും പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോവാണ്. ഭയങ്കര അവർ നോക്കുവാണെങ്കിൽ അവർ ഈശ്വരത്തിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു മാറ്റം, ആ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒരു വചനം ഒരുപാട് വായിക്കുന്നുണ്ട്, പക്ഷെ അതും പറ്റുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അതിങ്ങനെ കുഞ്ഞായാ മതി. നമ്മളിങ്ങനെ വലിയ ആൾക്കാരാ, നമ്മൾ എന്തെങ്കിലും ആന്ന് ഓർക്കുമ്പോഴല്ലേ നമുക്ക് അങ്ങനെയൊന്നും പറ്റാത്തെ. നമ്മൾ തീരെ കുഞ്ഞാ, നമ്മൾ ഒന്നും അല്ലാന്ന് ഓർത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടി പറ്റത്തില്ലേ? നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരാളുടെയൊക്കെ കൂടെ നിൽക്കുമ്പോഴത്തേനും അവരെക്കാളും കുഞ്ഞത് ഞാനാ. ഒന്ന് ഓർത്ത് നോക്കി, നമ്മുടെ ദൈവം ഉണ്ടല്ലോ, നമ്മുടെ ദൈവം ഇങ്ങനെ ഡാനിയേലച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഈ ഏറ്റവും അവസാനത്തെ അടിമയുടെ ജോലിയാണ്, അവസാനത്തിന് മുന്നത്തെ അടിമയുടെ ജോലിയാണ് ചെരുപ്പിന്റെ വാറഴിക്കുന്നത്. അങ്ങനെ സ്നാപയോഹന്നാൻ പറഞ്ഞു, ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത എനിക്കില്ലെന്ന്. പക്ഷെ നമ്മുടെ ഈശോ നോക്കി, ആ സ്നാപയോഹന്നാനെക്കാട്ടും താഴ്ന്നിട്ട് പറയുക, താഴ്ന്ന അടിമ, ഏറ്റവും അത് അവസാനത്തെ അടിമയെ കാല് കഴുകുന്നത് നോക്കി. ഈശോ ഇങ്ങനെ കാല് കഴുകാൻ, എനിക്കത് ഓർക്കുമ്പോ പറ്റുന്നില്ല. കാല് കഴുകുന്നത് ഇങ്ങനെ കുനിഞ്ഞു നിന്ന്, പാവം ശിഷ്യനാണ്, എന്റെ ശിഷ്യന്റെ താഴെ ഞാൻ ഇങ്ങനെ കുനിഞ്ഞു നിന്ന് കാല് കഴുകും. അപ്പൊ ഈശോ അത്രമാത്രം താന്നില്ലേ? അപ്പൊ നമുക്കിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ വലിയവരായിരിക്കുവേ, നമുക്ക് ഒത്തിരി പഠിപ്പും ജോലിയും, നമ്മൾ ഭയങ്കര ശമ്പളം കിട്ടുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ താഴ്ന്ന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് മറ്റുള്ളവരുടെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഇച്ചിരി നമ്മളാണ് ഏറ്റവും താഴ്ന്ന ആൾക്കാരെന്ന് ഓർത്ത് കഴിയുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും. യെസ്. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഈ പറഞ്ഞ പോലെയൊക്കെ. ഇപ്പം നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ഈ ഇപ്പം സ്നേഹ ഈശോയെ സ്നേഹിക്കുന്നത് പോലെ എല്ലാവരും സ്നേഹിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എങ്ങനെയാണ് ഈശോനെ സ്നേഹം. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം സ്നേഹം ഇപ്പൊ എന്നാ ചെയ്യുന്നത്? പഠിക്കുവാ, എന്ത് പഠിക്കുക? LCCക്ക് പഠിക്കുവാ. അപ്പം ഈ പഠിച്ചിട്ട് ഇപ്പം എന്നാ ഇപ്പം ഇതിനിടയ്ക്ക് തിരക്കുണ്ടോ അല്ലെങ്കിൽ ഈ റെസ്പോൺസിബിൾ തിരക്കുകളുണ്ടോ? പഠിത്തത്തിന്റെ തിരക്കുകളും കാര്യങ്ങളെല്ലാം ഉണ്ടോ? ചില ആൾക്കാർ പറയുള്ളൂ തിരക്കായതുകൊണ്ട് ഈശോ എടുത്തിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് ഈശോ എടുത്തിരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്കും ടെൻഷൻസും ഒക്കെയാണ്, ബുദ്ധിമുട്ടൊക്കെയാണ്, അങ്ങനെയൊക്കെ പറയുമല്ലോ. അവരോട് എന്നാ പറയാനുള്ളത്? അവരോട് പറയാനുള്ളത്, തിരക്കുണ്ടാവും കേട്ടോ. തിരക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കാന്ന് ഓർത്ത് കഴിയുമ്പോഴത്തേന് എന്നാ നമുക്ക് തിരക്കില്ലാത്ത ഒരു തിരക്ക് കഴിഞ്ഞാൽ മറ്റേ തിരക്ക് വരും. സാരമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ രാത്രിയൊക്കെ വന്നിട്ട് ചിലപ്പോ പേഴ്സണൽ പ്രെയർ ചെയ്യാൻ നേരമില്ല, പക്ഷെ എങ്ങനെയെങ്കിലും ചെയ്യാം എന്നൊക്കെ ഓർത്ത് ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉറങ്ങിപ്പോവായിരിക്കും. പക്ഷെ സാരമില്ല കേട്ടോ. നമ്മളിങ്ങനെ എലീന ചേച്ചി ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞായിരുന്നു, ചേച്ചി ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് പേഴ്സണൽ പ്രെയറിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പൊ ഇങ്ങനെ ഓൺലൈനിൽ അഡോറേഷൻ ഓൺ ആക്കി വെച്ചിട്ടാണ് ഉറങ്ങി. എപ്പോഴും ചേച്ചി പറഞ്ഞ, അപ്പൊ ഇങ്ങനെ അത് ഈശോ ഇങ്ങനെ ഓണായി ഇങ്ങനെ ഇരിക്കുക, സ്ക്രീൻ ഇങ്ങനെ ഓൺ ആയിട്ടിരിക്കുകയാണെ. എന്നിട്ട് ചേച്ചി ഇങ്ങനെ അറിയാതെ ഉറങ്ങിപ്പോയി. ചേച്ചി ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ പകുതി വെച്ച് ഏറ്റു നോക്കുമ്പോഴത്തേന് ഈശോ ഇങ്ങനെ ഇരിക്കുവാ നോക്കി. അപ്പൊ ഒന്ന് ഓർത്ത്, ഈശോ ഇങ്ങനെ അമ്മ ഇങ്ങനെ ഒരു കുഞ്ഞാവെ ഉറങ്ങുന്ന നോക്കി അമ്മ ഇരിക്കുന്ന പോലെ ഈശോ ഇങ്ങനെ ഇരിക്കുവാ. ഈശോ അങ്ങനെയൊന്നും തെറ്റി പോകത്തില്ല കേട്ടോ. ഈശോയ്ക്ക് ഭയങ്കര ക്ഷമയാ, ഭയങ്കര കരുണയാ, ഭയങ്കര സ്നേഹമാ. അപ്പത്തേനും ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്റെ കൊച്ച്, എന്റെ കുഞ്ഞാവെ അവിടെ ഇരിക്കുന്നു, എന്റെ വാവ, എന്റെ മുത്ത്, അങ്ങനെ എന്റെ കൂട്ടൻ അവിടെ ഇരിപ്പുണ്ടല്ലോ. അങ്ങനെ ഓർത്ത് ഈശോയ്ക്ക് ഭയങ്കര സന്തോഷവും. ഇരുന്നാ യെസ്. മതി. യെസ്. നമുക്ക് എന്നാ ഇപ്പം ഒറ്റ കാര്യമുള്ളൂ. ഇപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈശോയെ സ്നേഹിക്കാനൊരു കൊതി തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കുറെ നേരം പ്രാർത്ഥിക്കും. ഇപ്പൊ സ്നേഹ പറഞ്ഞതുപോലെ ഈ സ്നേഹം പറയാൻ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വേറെ പല കാര്യങ്ങൾ ചോദിക്കാനൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും
ഒറ്റ കാര്യത്തിൽ മാത്രമാണ് പോയത്. അതിങ്ങനെ വേറെ ഒന്നും ചോദിച്ചില്ല. കുറച്ചു നേരം. പക്ഷെ പ്രാർത്ഥിക്കുന്ന ആൾക്കാര്, അവര് ഇപ്പൊ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, ഈശ്വരയുടെ അടുത്ത് ഇരിക്കുന്ന ആൾക്കാര്, അവരിയ്ക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ചിലപ്പം ആ പ്രാർത്ഥന ഒരു എന്താ പറയുക, ഈ ഒരു സ്നേഹം പറഞ്ഞതുപോലെ ഈ കുഞ്ഞിനെ പോലെ ഇരിക്കാനൊക്കെ പറ്റില്ലായിരിക്കും, എളുപ്പപ്പെടാൻ പറ്റുന്നില്ലായിരിക്കും. അല്ലാത്ത ആൾക്കാര് ഇരിക്കാൻ തുടങ്ങണം, ഇങ്ങനെ കുഞ്ഞിനെ പോലെ സ്നേഹിക്കാൻ തുടങ്ങണം. എന്താ പറയണേ, ചങ്ക് കുറച്ച് സ്നേഹിക്കാൻ തുടങ്ങണം. നമ്മുടെ ആഗ്രഹം അനുസരിച്ച് ഈശോ നമ്മളിലേക്ക് ഇടപെടും. സ്നേഹിക്കാൻ എന്താ ലാസ്റ്റ് ആയിട്ട് എന്താ പറയാനുള്ളത് എല്ലാവരുടെയും? എനിക്ക് ഒരു കാര്യമേ ഉള്ളൂ, ഈ ഭയങ്കരമായിട്ട് എല്ലാവരും ഈശോയെ സ്നേഹിക്കണം, എല്ലാ ആൾക്കാരും ഈശോയെ സ്നേഹിക്കണം. അതുപോലെ അത്രയും കുഞ്ഞായിട്ട് ഈശോ സ്നേഹിക്കണം. അപ്പൊ അങ്ങനെ ഒരു അവസാനത്തെ ഇപ്പൊ സ്നേഹം പറഞ്ഞാൽ 10-12 പറഞ്ഞ കാര്യമുണ്ടോ, അതിനൊരു ലാസ്റ്റ് നോട്ടായിട്ട് എന്താ പറയാനുള്ളത്? അത് എനിക്ക് പ്രാർത്ഥിച്ചിട്ട് വേണ്ടി. ഈശോയുടെ കൂടെ ഉണ്ടല്ലോ, ഈശോയുടെ കൂടെ ഇങ്ങനെ ജീവിക്കണം. ഈശോ എപ്പോഴും ഇങ്ങനെ നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കുവാണേ. അപ്പൊ നമ്മളിങ്ങനെ ഈശോയെ മൈൻഡാക്കാതെ ഇങ്ങനെ ഈശോ കൂടെ ഉണ്ടെന്ന് ഓർക്കാതെയൊക്കെ നടക്കുമ്പോൾ ഈശോയ്ക്ക് എന്തുമാത്രം വിഷമാന്ന് ഓർത്ത് നോക്കി. ഈശോ അന്ന് കാൽവരിയിൽ നമുക്ക് വേണ്ടി ഒത്തിരി ഇങ്ങനെ സഹിച്ചു. ഇങ്ങനെ ഇങ്ങനെ ഒരു മാംസ കഷ്ണം പോലെ ഇങ്ങനെ കാണാൻ ഇങ്ങനെ മനുഷ്യനെന്ന് തോന്നാത്ത വിധം ഈശോ ഇങ്ങനെ വിരൂപനാക്കപ്പെട്ടെന്നല്ലേ പറഞ്ഞെ. ഈശോയുടെ ശരീരത്തിൽ ഇങ്ങനെ ഈശോ ഒത്തിരി പീഡകളൊക്കെ സഹിച്ച് നമുക്ക് വേണ്ടി ഈശോ മരിച്ചു. അതേപോലെ ഇന്നും ഈശോ ഇങ്ങനെ ഇങ്ങനെ വേദനിപ്പിക്കപ്പെടുവാണ്. ഈശോയ്ക്ക് അന്നുണ്ടായ മുറിവിലൊക്കെ പിന്നെയും പിന്നെ ഇന്നും ഇങ്ങനെ കുത്തി ഈശോയെ വേദനിപ്പിക്കുക. ഈശോയ്ക്ക് അപ്പൊ ഈശോയെ നമ്മൾ ഇങ്ങനെ സ്നേഹിക്കണമെന്നേ. ഈശോയ്ക്ക് വേണ്ട സ്നേഹമോ ഒന്നും ഇങ്ങനെ ഈശോയ്ക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈശോയെ നമ്മൾ ഇങ്ങനെ സ്നേഹിക്കണം. അപ്പൊ നമുക്ക് എന്റെ സ്നേഹത്തിന് വേണ്ടി ഈശോ ദാഹിക്കും. നമ്മുടെ ഓരോരുത്തരുടെ സ്നേഹത്തിന് വേണ്ടി ഈശോ ഇങ്ങനെ ആഗ്രഹിക്കുവാണ്. ഞാൻ സ്നേഹിക്കുന്ന സ്നേഹം എനിക്ക് മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ആശയത്തെ സ്നേഹിക്കുന്നത് ഒരാശയത്തേക്ക് മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ എല്ലാവരും സ്നേഹത്തിന് വേണ്ടി ഈശോ ഇങ്ങനെ കൊതിക്കുക. ഈശോ എന്തുമാത്രം പാവമാന്ന് പറഞ്ഞു. അപ്പൊ ഈശോ ഇങ്ങനെ സ്നേഹിക്കാതിരിക്കല്ലേ. ഓരോ നിമിഷവും നമുക്ക് ഇങ്ങനെ ഈശോയുടെ കൂടെ ജീവിക്കാം. ഈശോ കൊച്ചുദേശിയൊക്കെ പറഞ്ഞായിരുന്നു ഇങ്ങനെ 3 മിനിറ്റ് ഈശോയെ ഓർക്കാത്തേന്ന്. അതുപോലെ എന്റെ വലിയൊരു ആഗ്രഹം ഇങ്ങനെ എപ്പോഴും കൊച്ചുത്രേസി ഇങ്ങനെ 3 മിനിറ്റ് ഈശോയെ ഓർത്തില്ല. എനിക്കിങ്ങനെ 1 മിനിറ്റ് ഒക്കെ ഈശോയെ ഓർത്തില്ല ഞാൻ എന്റെ ഈ ജീവിതത്തിൽ. 1 മിനിറ്റ് മാത്രമേ ഈശോയെ ഓർക്കാതിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ പറയണേ. എപ്പോഴും എപ്പോഴും എനിക്ക് ഈശോയെ ഓർക്കണം എന്ന് ആഗ്രഹം. അതുകൊണ്ട് നമ്മളിങ്ങനെ സുഹൃദേപങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കാം കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എപ്പോഴും ഈശോയെ ഓർക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ. ഈശോയെ ഞാനിങ്ങനെ സ്നേഹിക്കുന്നത് ഇതിങ്ങനെ വായിലുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ വായും കൊണ്ട് അത് ചൊല്ലിയില്ലെങ്കിൽ റേഡിയോ പോലെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈശോ എന്റെ കൂടെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഈശോയെ എപ്പോഴും ഈശോ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്ന്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കുവാണെങ്കിൽ ഈശോ ഇങ്ങനെ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ തോളത്ത് കൈയിട്ട് നമ്മുടെ ഇങ്ങനെ മടിയിലൊക്കെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ തലയിലൊക്കെ തലോടി അങ്ങനെ ഇരിക്കുന്ന ഒരു ദൈവമാണ്. അപ്പൊ ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഈശോ ഇങ്ങനെ സ്നേഹിക്കും. ഇങ്ങനെ ചങ്ക് പറിച്ച് ഇങ്ങനെ ഈശോയെ സ്നേഹിക്കണം. ഈശോ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിക്കാൻ വേണ്ടി നമ്മൾ റെഡി ആവണം. യെസ്, ഈശോ. ഇപ്പൊ പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, ഇനി കാണുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണവാനായ ഈശോയെ, ഈ ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ നന്ദി പറയുന്നു. ഈശോയെ, വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ഈശോയെ, എന്തൊക്കെ സംസാരിച്ചെന്നോ എന്തൊക്കെ പറഞ്ഞെന്നോ ഓർമ്മ പോലും ഇല്ല. എന്തായാലും ഈശോയെ, ഞാൻ പറയാൻ ആഗ്രഹിച്ചു അങ്ങയെ സ്നേഹിക്കുവാനാണ്. ഈശോയെ, അങ്ങയെ സ്നേഹിക്കുവാൻ വേണ്ടി ഞങ്ങളെ പഠിപ്പിക്കണം. ഈശോയെ, അങ്ങ് ഞങ്ങളെ ഒത്തിരി അധികമായി സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിയുക. ഈശോയെ, കുരിശോളം അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. ഈശോയെ, ചങ്ക് തുറന്നു വെച്ച് ഈശോയെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. ഈശോയെ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ അങ്ങയെ സ്നേഹിക്കുവാനായിട്ട് ഞങ്ങൾ പഠിപ്പിക്കണം. ഈശോയെ, ഓരോ നിമിഷവും അങ്ങയോട് കൂട്ടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പഠിപ്പിക്കണം. ഈശോയെ, ഞങ്ങൾ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തില് ഞങ്ങളായിരിക്കുന്ന ഈ ആൾക്കാരുടെയൊക്കെ ഇടയ്ക്ക് ഈശോയെ അങ്ങയെ പോലെ ആകുവാൻ, അങ്ങയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സുവിശേഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം. ഈശോയെ, പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അമ്മ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളാക്കി, ഈശോയുടേത് മാത്രമാക്കി ഞങ്ങളെ മാറ്റണേ. അമ്മേ മാതാവേ, ഒരു നിമിഷം പോലും ലോകത്തിൻ്റെതാവാതെ എപ്പോഴും ഈശോയുടേത് മാത്രമായി തീരുവാൻ വേണ്ടിയിട്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഈശോയുടെ മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശംശയായിരിക്കട്ടെ.